അപ്പൊ നമ്മുടെ കിണർ കണ്ടോ, കിണറിന്റെ ചെറിയൊരു അപ്ഡേഷൻ ആണ് ഞാൻ കാണിച്ചത്. ഞങ്ങൾ ന്യൂ ഇയർ പ്രോഗ്രാമിന് വന്നപ്പോ എടുത്തതാണ്. നമസ്കാരം, സുമിയാണ്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ലോങ് വീഡിയോ അല്ല, ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും കിണറിൻ്റെ അപ്ഡേഷൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ പ്രോഗ്രാമിന് ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ചെറുതായിട്ട് ഒരു മിനിറ്റിൻ്റെ വീഡിയോ എടുത്തതാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. കിണറിൽ അത്യാവശ്യത്തിലധികം വെള്ളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിണറിൻ്റെ അപ്ഡേഷൻ കാണിച്ചു തരാം. അപ്പോൾ ന്യൂ ഇയർ പ്രോഗ്രാമിൻ്റെ അന്നായതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഈ കിണർ അവർ നല്ലോണം കുഴിച്ചിട്ടുണ്ട്. 8 മീറ്റർ താഴ്ചയിൽ വലുതാക്കിയിട്ട് കിണർ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ കിണർ മൂടി വെച്ചേക്കാണ്, കുട്ടികളൊന്നും താഴെ പോവാതിരിക്കാനും ഒരുപാട് മഴ പെയ്യുമ്പോൾ വെള്ളം ഒന്നായിട്ട് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ കിണർ മൂടി വെച്ചേക്കാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ കിണർ തുറന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഉള്ളിൽ മരക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്ന പല കാര്യങ്ങളും ഇതിൽ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ കിണറിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ടുള്ള ആ മൂടിയൊക്കെ മാറ്റി ഉള്ളിലേക്ക് കണ്ടോ ഇത്രയും അധികം വെള്ളമുണ്ട്. അപ്പോൾ 3 മീറ്റർ വെള്ളമുണ്ട് കേട്ടോ. 8 മീറ്റർ താഴ്ചയിൽ കുഴിച്ച കിണറിന് 3 മീറ്റർ വെള്ളം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് 2 മീറ്ററെങ്കിലും വെള്ളം ഉണ്ടാവണേന്നായിരുന്നു. പക്ഷെ എന്തായാലും 3 മീറ്റർ വെള്ളമുണ്ട്. അപ്പം ഇനി ഇതിന് കട്ടയൊക്കെ വെച്ചിട്ട് നമുക്ക് കെട്ടിപ്പൊക്കണം. മഴ ആയതുകൊണ്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മഴയായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ കിണറിൻ്റെ പണി തുടങ്ങാതിരുന്നത്. കുഴിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു. ഇപ്പോൾ കുറച്ച് മഴ കുറച്ച് കുറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കട്ടയൊക്കെ വെച്ചിട്ട് കെട്ടിപ്പൊക്കണം. കട്ടയും മണലും സിമെൻറ്റും ഒക്കെ റെഡിയാണ്. അപ്പോൾ വെച്ച് നമുക്ക് കെട്ടിപ്പൊക്കണം ഇനി. അപ്പം ഇതാണ് നമ്മുടെ കിണറിൻ്റെ അപ്ഡേഷൻ. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കിണറിൻ്റെ പണി എന്തായി എന്നുള്ളത്. അപ്പോൾ കിണറിൻ്റെ കുഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കട്ട വെച്ച് നമുക്ക് കെട്ടിപ്പൊക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രത്തോളം പണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടയൊക്കെ കണ്ടില്ല സൈഡിൽ കൊണ്ടിട്ടേക്കുന്നത്. ഇനി അതിൻ്റെയൊക്കെ പണിയാണ് നമുക്കുള്ളത്. പിന്നെ ഒരു മോട്ടർ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ പുറത്തേക്ക് കളഞ്ഞ് വറ്റിച്ചെടുക്കണം. എന്നിട്ടാണ് പണി അടുത്ത് തുടങ്ങേണ്ടത്. അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു അപ്ഡേഷൻ വീഡിയോ മാത്രമാണ്. എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരാൻ വേണ്ടി ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ വലിയ വീഡിയോ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും